നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ ബോണിയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ള വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് കേരള അക്കാഡമി ഫോർ സ്കിൽസ് എക്സലൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിലെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ബി സുനിൽകുമാർ സാറാണ്. സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ബിടെക് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കോഴ്സുകളൊക്കെ കഴിഞ്ഞവർ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT ഫീൽഡിലോട്ട് തിരികുകയും യഥാർത്ഥത്തിൽ ഇവര് സ്കില്ല് എക്സ്പ്ലോർ ചെയ്യാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഇന്നൊരു പരിഹാരം നിർദ്ദേശിക്കാം? ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഈ 3 വിഭാഗങ്ങളിൽ നിന്ന് ഡിഗ്രി നേടുന്നവർ പലപ്പോഴും കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇന്ത്യയിലുള്ള സാധ്യതകളെ പറ്റി, ലോകത്ത് ഉള്ള സാധ്യതകളെ പറ്റി പലപ്പോഴും അജ്ഞരാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ ആദ്യം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലയ്ക്കാണ് പലപ്പോഴും ഇവർ IT മേഖലയിൽ എത്തപ്പെടുന്നത്. IT മേഖല വലിയ രീതിയിൽ കുതിച്ചുയരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഗുണവും ദോഷങ്ങളും ഉണ്ട്. അത് പൊതുവെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ അതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണയുമുണ്ട്. എന്നാലും എളുപ്പം ജോലി കിട്ടുന്നു എന്നുള്ള ഒരു ഗുണം അതിനുണ്ട് എന്നുള്ളതിൻ്റെ പുറകിലായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഒരു കുത്തൊഴുക്ക് IT മേഖലയിലേക്ക് ഉണ്ടായിരുന്നു. അത് ചെറിയ രീതിയിൽ അതിനൊരു മാറ്റം വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ കുറച്ച് കൂടുതലുണ്ട്. ഒരു പക്ഷെ അവിടുത്തെ ഈ വർക്കിംഗ് ആംബിയൻസ് വ്യത്യാസമാണ്. നേരെ മറിച്ച് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ ഒരു വർക്കിംഗ് ആംബിയൻസ് എന്ന് പറയുന്നത് വെയിലും മഴയും മഞ്ഞും അതിന്റെ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ആണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നടക്കുന്നത്. ഈ കേരളത്തിലോട്ട് ഒത്തിരി IT പ്രോജക്ട്സ് വരികയും IT പാർക്കുകൾ വരികയൊക്കെ ചെയ്യുന്നത് എനിക്കൊന്ന് കുറെ യുവാക്കളെ അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നുണ്ട് അല്ലേ? അതൊരു കാരണമല്ലേ? തീർച്ചയായിട്ടും. കേരളത്തിൽ മാത്രമല്ല, തെക്കേ ഇന്ത്യയിലെ ബാംഗ്ലൂരും ചെന്നൈയിലും അങ്ങനെയുള്ള മഹാനഗരങ്ങളിലെല്ലാം വലിയ വലിയ IT സെറ്റപ്പുകൾ വരുന്നുണ്ട്. അതുവഴി ഒരുപാട് പേർക്ക് തൊഴിൽ നേടാനും സാധിക്കുന്നുണ്ട്. എന്നാലും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ പറ്റി കൃത്യമായ ഒരു അവബോധം നമ്മുടെ ഈ കോളേജുകളിൽ ഇപ്പോൾ വിദ്യാഭ്യാസം നേടുന്ന യുവതലമുറയ്ക്ക് വേണ്ട രീതിയിൽ അതിനുള്ള ഒരു അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലുള്ള ഒരു ഉപദേശം നൽകുവാനായിട്ട് എത്രത്തോളം അധ്യാപകരും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയും എനിക്ക് സംശയമുണ്ട്. ഈ പ്ലേസ്മെന്റ് സെല്ലുകളുണ്ട്, അവരും കറക്റ്റ് ഒരു ഫോക്കസ് കൊടുക്കുന്നില്ല ഇവരെ ഈ ഒരു കരിയർ പെർസ്യൂ ചെയ്യാനായിട്ട് ഫർദർ? പലപ്പോഴും കോളേജുകളിലെ, ഞാൻ കുറ്റം പറയുകയല്ല, കോളേജുകളിലെ പ്ലേസ്മെന്റ് സെല്ലുകൾ എങ്ങനെ എത്രയും ഉയർന്ന ഒരു പ്ലേസ്മെന്റ് പെർസെൻറ്റേജ് എത്താമെന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ആണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കോർ ഇൻഡസ്ട്രിയിലെ പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അത് IT ഇൻഡസ്ട്രിയിൽ നേടാവുന്ന പ്ലേസ്മെന്റുകളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയ റിലേറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്. ഏത് കോളേജിന്റെയും കോർ ഇൻഡസ്ട്രി, IT വിട്ടിട്ടുള്ള കോർ ഇൻഡസ്ട്രി പ്ലേസ്മെന്റുകളിലെ തോത് നമ്മളൊന്ന് പഠിച്ചാൽ വളരെ കുറവാന്ന് മനസ്സിലാവും. 10% പോട്ടെ 5% പോലും ഇല്ല ഏറ്റവും മുന്തിയ കോളേജുകളിൽ പോലും എന്നുള്ളത് ഒരു പഠന വിഷയമാക്കേണ്ട കാര്യമാണ്. എന്നാൽ കോർ ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ചും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, ഞാൻ അതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയാം. ഇപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു ഇൻഡസ്ട്രി സെക്ടർ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. 10.3% വളർച്ച കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലും ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യയിലെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കഴിഞ്ഞ 10 വർഷമായിട്ടും അടുത്ത ഒരു 10-20 വർഷവും അല്ലെ 15 വർഷമെങ്കിലും വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് പ്ലാൻ ചെയ്ത് നടത്തി വരുന്നുണ്ട്. അതിപ്പോ സ്മാർട്ട് സിറ്റി മിഷന്റെ ഭാഗമായിട്ടായാലും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്മാർട്ട് സിറ്റീസ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ മുംബൈ ടു അഹമ്മദാബാദ് അത് വരുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം കോടിയുടെ പ്രോജക്റ്റ് ആണത്. ഒരുപക്ഷെ അടുത്ത 10 വർഷത്തിനകത്ത് നിരവധിയായിട്ടുള്ള അങ്ങനത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട്സ് തന്നെ വരും. ഇതെല്ലാം
ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പോലെ സാഗർമാല പ്രോജക്ട്സ്, റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ മാത്രമായിട്ട് തന്നെ 60,000 കോടി രൂപയുടെ നാഷണൽ ഹൈവേ വികസനമാണ് നടക്കുന്നത്. 500 ചില്ലുവാനും കിലോമീറ്റർ നീളത്തിലുള്ളത് ഏകദേശം 60,000 കോടി സ്പെൻഡ് ചെയ്താണ് ഹൈവേ വികസനം നടക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഹൈവേ വികസനത്തിന്റെ കണക്കെടുത്താൽ അല്ലെ സ്മാർട്ട് സിറ്റി മിഷൻ, അല്ലെ ബുള്ളറ്റ് ട്രെയിനും റെയിൽവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ഈ മേഖല, കൺസ്ട്രക്ഷൻ മേഖലയിൽ വളരെയധികം ജോലി സാധ്യതകളുണ്ട്. എന്നാൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ എത്തിപ്പറ്റണമെങ്കിൽ അതിന് കേവലം ബിടെക് പാസ്സായി അല്ലെ അതിനകത്ത് ഡിസ്റ്റിങ്ഷനോട് പാസ്സായി എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അവിടെ ആദ്യം എത്തിപ്പറ്റാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ട്. സ്കിൽസ്, എൻട്രി ലെവലിലുള്ള ജോബ് റോളുകൾക്ക് വേണ്ടുന്ന ചില സ്കിൽ സെറ്റ്സ് ഉണ്ട്. ഒരു എസ്റ്റിമേറ്റർ ആണെങ്കിൽ അയാൾക്ക് നല്ലപോലെ ഡ്രോയിങ് റീഡിങ് അറിയണം. ആ ഡ്രോയിങ് റീഡിങ് ഭംഗിയായിട്ട് അറിയാമെങ്കിൽ മാത്രമേ എസ്റ്റിമേഷനിലോട്ട് കിടക്കാം. ഇപ്പം നിരവധിയായിട്ടുള്ള എൻട്രി ലെവൽ ജോബ് റോളുകളുണ്ട്. എസ്റ്റിമേറ്റർ ആയാലും, ക്വാളിറ്റി കൺട്രോൾ ഏരിയയിലായാലും, പ്ലാനിങ് ഏരിയയിലായാലും, അല്ലെങ്കിൽ ബിം റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ, ഒരുപാട് എൻട്രി ലെവൽ ജോബ്. പക്ഷെ ഈ ജോബ് റോളുകളിലോട്ട് ജോലി കരസ്ഥമാക്കാൻ വേണ്ടുന്ന സ്കിൽ സെറ്റ്സ് എന്താണെന്ന് അറിയുകയും അത് ബിടെക് കഴിയുന്നതോടുകൂടി അതും കരസ്ഥമാക്കിയാൽ വളരെ നിസ്സാരമായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു കുറവാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ബിടെക് ഡിഗ്രി പ്രോഗ്രാംസിന്റെ കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നിർഭാഗ്യവശാലുള്ളത്. പക്ഷെ അടുത്തിടെയായിട്ട് KTU വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് ഞാൻ പത്രത്തിൽ വായിച്ചു. പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ്, അങ്ങനെ നിരവധി മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെയധികം പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റുഡൻസിന് ഗുണം ചെയ്യും തീർച്ചയായും, സ്കിൽ അക്വയർ ചെയ്യാനായിട്ട്. അത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. KTUവിന്റെ ഈ ഒരു നീക്കം വളരെ ഗുണകരമായിട്ട് വരുമെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ എന്തൊക്കെ സഹായമാണ് ഇതിപ്പോ ഇങ്ങനെ ഇറങ്ങുന്നവർക്ക് ഈ ഒരു ജോലിയിലോട്ട് പ്രവേശിക്കാനായിട്ട് നമുക്ക് അക്കാഡമി എന്ത് സഹായം ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ നിരവധി പ്രോഗ്രാമുകളുണ്ട്. 5ഓളം ഒരു വർഷം ദൈർഘ്യമുള്ള പ്രോഗ്രാമുകളുണ്ട്. പിന്നെ ഏതാണ്ട് 10ഓളം 6 മാസം ദൈർഘ്യമുള്ള പ്രോഗ്രാംസും ഓഫർ ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാമിന്റെ എല്ലാം പ്രത്യേകത, ഇത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ ചില എൻട്രി ലെവൽ ജോബ് റോളുകളുമായിട്ട് അലൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ്. അപ്പൊ ഈ പ്രോഗ്രാം ഡെലിവറിയുടെ ഒരു പ്രത്യേകത, ഇത് ഒരു നോളജ് ഇമ്പാർട്ടിങ്, അറിവ് പകർന്നു കൊടുക്കുന്ന പ്രോഗ്രാംസ് അല്ല. ആവശ്യത്തിലധികവും അറിവുമായിട്ടാണ് ബിടെക് ഒരാള് ഡിഗ്രി കരസ്ഥമാക്കി പുറത്തു വരുന്നത്. അപ്പൊ അറിവ് പിന്നെയും പകർന്നു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ കുറവുകൾ എന്ന് പറയുന്നത് സ്കില്ലിലാണ്. സ്കിൽ അക്വിസിഷനിൽ അവർ വളരെ പിന്നോക്കാവസ്ഥയാണ്. അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം ഒരു 20%, 25% താഴെ മാത്രമേ ഒരു നോളജ് ഇമ്പാർട്ടിങ് അല്ലെങ്കിൽ നോളജ് റീക്യാപ്ചറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കത്തുള്ളൂ. കൂടുതൽ സമയവും, ഒരു 70-80% സമയവും ഞങ്ങൾ ചെലവഴിക്കുന്നത് കൃത്യമായിട്ടുള്ള സ്കിൽ അക്വിസിഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷം ഏകദേശം 95% കോർ ഇൻഡസ്ട്രി പ്ലേസ്മെന്റ് തന്നെ സാധ്യമായിട്ടുണ്ട്. അപ്പൊ അതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിലെ പ്രോഗ്രാമുകളുടെ പ്രത്യേകത. നിരവധി ഇൻഡസ്ട്രികളുമായിട്ടുള്ള നമ്മുടെ കോണ്ടാക്ട്സിൽ കൂടെ മനസ്സിലാക്കുന്നത്, ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, ഒരു ഫ്രഷ് എഞ്ചിനീയറെ എടുത്താൽ ഏകദേശം 1 വർഷത്തോളം കമ്പനിയുടെ ചെലവിൽ ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ ആ ഗ്രാജുവേറ്റ് പ്രൊഡക്റ്റീവ് ആവൂ എന്നുള്ളൊരു രീതിയിലാണ് ഇൻഡസ്ട്രി പൊതുവെ ഇതിനെ കാണുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്ക് ഒരു കോസ്റ്റ് ഉണ്ട്. ഒരു എഞ്ചിനീയറെ അക്വയർ ചെയ്തു
എന്നിട്ട് ആ എഞ്ചിനീയറെ പ്രൊഡക്റ്റീവ് ആക്കിയെടുക്കാൻ ട്രെയിൻ ചെയ്യാനായിട്ട് ഒരു കോസ്റ്റ് ടു കമ്പനി ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ എൻട്രി ലെവലിൽ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ സാലറി 10,000 രൂപയെ താഴെയാണ് പലപ്പോഴും. അത് വളരെ നിർഭാഗ്യകരമെന്ന് പറയേണ്ടിയിരിക്കുന്നു. നിരവധി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ നിന്ന് 1 ഇയർ പ്രോഗ്രാം കഴിയുന്ന ഒരു ഗ്രാജുവേറ്റിന് ഏകദേശം ആവറേജ് 30,000 രൂപ വരെ ശമ്പളം കൊടുക്കാൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി തയ്യാറാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു 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 ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ചാലഞ്ച് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് പല ഇൻഡസ്ട്രീസും ഇപ്പം ഞങ്ങളുമായിട്ട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ തന്നെ ഉചിതമായിട്ടുള്ള സ്ക്രീനിങ് നടത്തി ഫ്രഷ് ഗ്രാജുവേറ്റ്സിന് ഇടയ്ക്ക് നിന്ന് ഗ്രാജുവേറ്റ്സിനെ സെലക്ട് ചെയ്ത് ഞങ്ങൾ ട്രെയിൻ ചെയ്ത് കമ്പനിക്ക് കൊടുക്കുന്ന ഒരു 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 പ്രോഗ്രാം, അങ്ങനെ ഞങ്ങൾ ഈ വർഷം തൊട്ട് അങ്ങനത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ULCCS ലിമിറ്റഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ജൂലൈ മാസം ആദ്യവാരം ഓൾ കേരള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി അതിൽ നിന്ന് ടോപ്പ് വരുന്ന ഒരു 150ഓളം പേരെ IIICയിലെ ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂ ഒക്കെ നടത്തിയ ശേഷം 75 പേരെ ഹയർ ചെയ്ത് ആ കമ്പനിക്ക് കൊടുക്കുക. അപ്പോൾ ആ 75 പേർക്ക് വേണ്ടുന്ന ട്രെയിനിങ് IIICയിലായിരിക്കും നടക്കുന്നത്. ഈ ട്രെയിനിങ്ങിന്റെ ഫീയും കോസ്റ്റും വഹിക്കുന്നത് ഈ കമ്പനിയാണ്. കൂടാതെ ഇവര് സെലക്റ്റഡ് ആയി കഴിയുമ്പോൾ തന്നെ അവർ ആ കമ്പനിയുടെ ഉദ്യോഗസ്ഥരാണ്, എംപ്ലോയി ആണ്. ഈ ട്രെയിനിങ് പീരീഡിൽ അവർക്ക് 15,000 തൊട്ട് 20,000 രൂപ വരെ സ്റ്റൈപ്പൻഡും, ഒരു വർഷത്തെ ട്രെയിനിങ് പൂർത്തിയാക്കി കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 25,000 തൊട്ട് 30,000 വരെ ശമ്പളവും നിശ്ചയിച്ചുകൊണ്ട് ഉള്ള ഹയർ ട്രെയിൻ ഡിപ്ലോയ് HTD പ്രോഗ്രാം IIScയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. മറ്റ് ചില കമ്പനികളും ഈ രീതിയിലുള്ള ഒരു ഹയറിംഗ് സെലക്ഷൻ ആൻഡ് ഹയറിംഗ് പ്രോസസ്സിന് ഞങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനി ഒരുപോലെ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് ഈ സ്കിൽഡ് എഞ്ചിനീയേഴ്സിന്റെ ദൗർലഭ്യം എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളെപ്പോലുള്ള IISc പോലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ അത് ആ സ്കിൽ ഗ്യാപ്പ് പരിഹരിക്കാൻ സാധിക്കൂ. ഈ IIScയുടെ ട്രെയിനിങ് മെത്തേഡ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള സ്കിൽ കൊടുക്കാനായിട്ട്? IIScയിലെ ട്രെയിനിങ് അല്ലെങ്കിൽ പ്രോഗ്രാം ഡെലിവറി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ഞങ്ങളുടെ ഒരു ആൻഡ്രോഗോക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ രീതിയുമായിട്ട് തികച്ചും വ്യത്യസ്തം. എഞ്ചിനീയറിംഗ് കോളേജിൽ പൊതുവെ നടക്കുന്നത് നോളജ് ഇമ്പാർട്ടിംഗ് ആണ്, കുറച്ച് പ്രാക്ടിക്കൽസും നടക്കുന്നുണ്ട്. പിന്നെ അവർ ഫോക്കസ് ചെയ്യുന്ന കൂടുതലും പരീക്ഷയ്ക്ക് എങ്ങനെ കൂടുതൽ മാർക്ക് മേടിക്കാം. അപ്പോൾ മുമ്പ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ കട്ടിയായ ചോദ്യങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യാം. അപ്പൊ പരീക്ഷയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിൽ അത് ഓവർ റൈഡ് ചെയ്ത് അങ്ങനെയുള്ള രീതി അവലംബിക്കുന്നത് കൊണ്ടുള്ള കുറവുകളും അവിടെ നേരിടുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ പ്രോഗ്രാം ഡെലിവറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോളജ് ഇമ്പാർട്ടിങ്ങിന് സ്പെൻഡ് ചെയ്യുന്ന ടൈം, ചെലവഴിക്കുന്ന സമയം ഒരു 20% കൂടുതലില്ല. ബാക്കി മുഴുവൻ ഇൻഡസ്ട്രിയിലെ ചില പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ട് ഉള്ള ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്. അപ്പോൾ ഇപ്പോൾ ഒരു എസ്റ്റിമേറ്റർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് അങ്ങനത്തെ ഒരു ജോബ് റോളിലേക്ക് ഒരാളിനെ ട്രെയിൻ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ ULCCSന്റെ ഒക്കെ മേജർ പ്രോജക്ട്സിൽ അതിന്റെ മോഡൽസും, മോഡൽ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മോഡലും അല്ലെങ്കിൽ ഹാർഡ് കോപ്പി പ്രിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഡ്രോയിങ്സും ഒക്കെ വെച്ച് ആ ഡ്രോയിങ് റീഡിങ്ങും അതിൽ കൂടെ ആ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് എങ്ങനെ ചെയ്യാം അത് പരിശീലിപ്പിക്കുക ചെയ്യുന്നു. അതിപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി സർവേ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് അത് മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞു. അതുപോലെ ഏത് കോഴ്സാണേലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയിൽ ലൈവായിട്ടുള്ള പല പ്രോജക്ട്സിൻ്റെയും ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് തന്നെ അവർക്ക് കൊടുത്ത് അതിൽ കൂടെ
അവരെ ഗൈഡ് ചെയ്ത് ഓരോ ഓരോ ലേണിംഗ് പ്രോസസ്, സ്കില്ലിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകും. അങ്ങനെ ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി ഗൈഡഡ് ആയിരിക്കും. സെക്കൻഡ് റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് പിന്മാറിയിട്ട് പാർഷ്യൽ ഗൈഡൻസ് കൊടുക്കും. പ്രോബബ്ലി തേർഡ് റൗണ്ട് ചെയ്യുന്ന എക്സസൈസിനകത്ത് നമ്മുടെ ഫാക്കൽറ്റി ടോട്ടലി വിത്ഡ്രോ ചെയ്യും, അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു അറിയാനായിട്ട്. അത് മിക്കവാറും ഒരു അസസ്മെന്റിലോട്ടും പോകും. അപ്പൊ ആ അസസ്മെന്റിൽ മോശമായിട്ടുള്ള ഫലമാണെങ്കിൽ അവരെ വീണ്ടും അതിൽ കൂടെ കൊണ്ടുപോകും. എൻഡ് ഓഫ് ദി ഡേ അത് അവർക്ക് സ്വന്തമായിട്ട് ആ കാര്യം വളരെ പരിചയമുള്ള രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ, അതിനുള്ള പരിശീലനമാണ് കൊടുക്കുന്നത്. എല്ലാ പ്രോഗ്രാമും ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. ഇതിനുപരി IIScയുടെ വലിയൊരു പ്രത്യേകത അവിടുത്തെ ഫാക്കൽറ്റി എന്ന് പറയുന്ന ക്യാപ്റ്റീവ് ഫാക്കൽറ്റി, അവിടെ ഞങ്ങളുടെ റോളിലുള്ള ഫാക്കൽറ്റി ലിമിറ്റഡ് ആണ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ 100, 150, 200 വരെ അധ്യാപകർ കാണും. അപ്പൊ ഞങ്ങളുടെ റോളിൽ അതിന്റെ പകുതി പോലും ഇല്ല, അല്ലെ 4/1 കാണത്തുള്ളൂ. അത് അങ്ങനെ നിശ്ചയിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ കാര്യം, നമ്മുടെ ക്യാപ്റ്റീവ് ഫാക്കൽറ്റി 1, 2, 3 അങ്ങനെ 4, 5 വർഷങ്ങളാവും തോറും ഇവര് ഇൻഡസ്ട്രി കണക്ട് നഷ്ടപ്പെടുന്ന ഒരു വിഷയം വരും. ഞങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ വിചാരിക്കുന്ന രീതിയിൽ ട്രെയിനിങ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാക്കൽറ്റിയുടെ എണ്ണം കുറച്ച് വെച്ചിട്ട് അവരെ ഇൻഡസ്ട്രിയിൽ നിരന്തരമായിട്ട് എക്സ്പോഷർ കൊടുക്കുകയും ചെയ്യും. അതിനോടൊപ്പം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന 20, 25, 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഞങ്ങൾ അഡോക് ഫാക്കൽറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റിലെ ചിലപ്പോൾ ഒരു മോഡ്യൂൾ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും ഓൺലൈനിൽ വന്ന് ഞങ്ങളുടെ ഫാക്കൽറ്റിയുടെ ഒപ്പം നിന്നിട്ട് ട്രെയിനിങ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവിടെ DLF എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ടോപ്പ് ടയർ കമ്പനിയാണ് DLF, അല്ലെങ്കിൽ ലോത കൺസ്ട്രക്ഷൻ. അതുപോലെ ഇന്ത്യയിലെ ടോപ്പ് ടയർ കൺസ്ട്രക്ഷൻ കമ്പനികളിലെ 20, 25, 30 വർഷം എക്സ്പീരിയൻസ് ഉള്ള അവിടെ തന്നെ ഇപ്പം ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എഞ്ചിനീയേഴ്സിനെ ഞങ്ങൾ അഡോക് ഫാക്കൽറ്റീസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടീമാണ് ഇവിടെ ട്രെയിനിങ് നടത്തുന്നത്. അത് ഒരിക്കലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രോഗ്രാം ഡെലിവറിയുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ ഇതിൽ കൂടെ കൃത്യമായിട്ട് ഇൻഡസ്ട്രി ഒരു ആംബിയൻസിന്, ഒരു ഇൻഡസ്ട്രി അക്ലമറ്റൈസേഷൻ ഈ ഞങ്ങളുടെ ട്രെയിനീസിന് ലഭ്യമാവും. കൂടാതെ ഈ രീതിയിലൂടെ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ട് മീറ്റ് ചെയ്യാനും നെറ്റ്വർക്ക് ചെയ്യാനും ഉള്ള അവസരവും കിട്ടും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞങ്ങളുടെ ട്രെയിനീസിന് അവരുദ്ദേശിക്കുന്ന ഇൻഡസ്ട്രിയിലെ ഏതെങ്കിലും ഫാക്കൽറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇന്റേൺഷിപ്പിന് പോകാനും ഒരു പക്ഷേ അതുവഴി അവർക്കൊരു അത് കൺവേർട്ട് ചെയ്ത് ഒരു ജോലിയായിട്ട് മാറ്റാനും ഒക്കെ സാധ്യമാവുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു പ്രോഗ്രാം ഡെലിവറി അല്ലെങ്കിൽ ഒരു പാഠ്യ പദ്ധതി, ഒരു ആൻഡ്രഗോഗിയാണ് IIScയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് വളരെ ഫലവത്തായിട്ട് വരുന്നുണ്ട്. എന്നാൽ അതിനകത്ത് ഒരുപാട് ചാലഞ്ചസും നേരിടുന്നുണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ള ഒരു അഡോക് ഫാക്കൽറ്റി എന്ന് പറയുന്നത് വളരെ തിരക്ക് പിടിച്ച ആൾക്കാരായിരിക്കും. അവർക്ക് ഒരുപാട് ടാർഗറ്റ്സുമായിട്ട് മുമ്പോട്ട് പ്രവർത്തിച്ചു പോകുന്ന ഒരു രീതിയായി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി വളരെ ചാലഞ്ചിങ് ആണ്. അപ്പൊ അവരെ നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് കൃത്യസമയത്ത് ഒരു ഇന്ന ദിവസം ഇത്ര മണിക്കൂർ നേരത്തേക്ക് അവരെ നമുക്ക് ലഭ്യമാക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ചാലഞ്ചിങ്. അപ്പം അങ്ങനത്തെ പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ വളരെ ഗുണകരമായിട്ടുള്ള അതായതുകൊണ്ട് ഞങ്ങൾ അതിന്റെ ചലഞ്ചസ് അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ ഈ രീതിയിൽ തന്നെ അതിന്റെ ആൻഡ്രഗോഗി, അതിന്റെ പ്രോഗ്രാം ഡെലിവറി ഇപ്പോഴും ഞങ്ങൾ തുടരുന്നുണ്ട്. അത് കൂടുതൽ ഗുണകരമായ രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ വരുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഹയർ ട്രെയിൻ ഡിപ്ലോയ് പ്രോഗ്രാമിനകത്ത് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഈ 3 വിഭാഗത്തിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സിനും അപേക്ഷിക്കാം.
അത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് കഴിഞ്ഞവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരുന്നു. ഇത്തവണ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്സ് എഞ്ചിനീയർക്കും അപേക്ഷിക്കാം. അപ്പോൾ അതിനകത്ത് പലപ്പോഴും ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ശാഖയിലും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ശാഖയിലും ഉള്ളവർക്ക് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ എന്നും വേണ്ടി സാധ്യതകളുണ്ടെന്നുള്ള പറ്റി യാതൊരു ഗ്രാഹ്യവും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൺസ്ട്രക്ഷൻ മേഖലയിൽ MEP എന്നൊരു വിഭാഗമുണ്ട്, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്. അതിനകത്ത് കണ്ടമാനം ജോലി സാധ്യതകളുള്ളതാണ്. ഈ മേഖലയിലും ഗൾഫിലും എല്ലാ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഫ്ലറിഷ് ചെയ്തിരിക്കുന്ന എല്ലായിടത്തും ഈ MEP എഞ്ചിനീയേഴ്സിന് വലിയ സാധ്യതകളാണ്. വളരെ ഉയർന്ന ശമ്പള കോമ്പൻസേറ്ററി പാക്കേജസ് ഉണ്ട്. ഇത് പലപ്പോഴും ഇതിനെപ്പറ്റി ഒരു അജ്ഞതയുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ HTD പ്രോഗ്രാമിനകത്തത് കൊണ്ട് മെക്കാനിക്കലും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലുള്ള എഞ്ചിനീയേഴ്സിനും അപേക്ഷിക്കാം. 75 സീറ്റുകളാണ് ഇപ്പം ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടി. ഞങ്ങളുമായിട്ട് കൃത്യമായിട്ട് റിക്രൂട്ട്മെന്റ് അലയൻസ് ഉള്ള മറ്റ് പല കമ്പനീസ് ഉണ്ട്. ഉദാഹരണത്തിന് പട്ടേൽ കൺസ്ട്രക്ഷൻ, ഒരു മേജർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഗുജറാത്തിൽ. അവരിപ്പം ഹയർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ 75 കിട്ടാത്തവർക്ക് അവരുടെ സ്വന്തം നിലയിൽ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 9ാമത്തെ മാസം അവർക്ക് ഇന്റേൺഷിപ്പോ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഉറപ്പായിട്ടും അങ്ങനത്തെ പല കമ്പനികളിലും ഇന്റേൺഷിപ്പിന് പോയി 3 മാസം ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ അവരുടെ ഒരു കഴിവ് അവിടെ കണ്ട് മനസ്സിലാക്കി അവർ അബ്സോർബ് ചെയ്യും. വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഈ പ്രോഗ്രാം പഠിച്ചത് കൊണ്ട് മാത്രം ഈ ജോലി ലഭ്യമാകണം എന്ന് പറയാൻ സാധ്യമല്ല. വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഡിറ്റർമിൻഡ് ആയിട്ട് ആ പ്രോഗ്രാം ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ ഗുണകരമായിട്ടുള്ള പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷം ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ HTD പ്രോഗ്രാമിൽ സെലക്ഷൻ കിട്ടാത്തവർക്ക് അല്ലാതെ തന്നെ കോഴ്സിൽ പഠിക്കാം. അതിന് ചില സ്കോളർ 75 അല്ലാതെ അല്ലേ, 75 പേർക്ക് ഇപ്പം ആദ്യം അല്ലേ, അത് കഴിഞ്ഞ് ബാക്കിയുള്ള ആ റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക് അത് സ്വന്തം നിലവിൽ എന്ന് പറയുമ്പോൾ അവര് ഫീസ് അടച്ചു പഠിക്കുന്ന പക്ഷം അവർക്ക് പ്ലേസ്മെന്റ് സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ചില പരിമിതമായിട്ടുള്ള സ്കോളർഷിപ്പ് പ്രോഗ്രാംസും അവൈലബിൾ ആണ്. അത് പലതും ഗവൺമെന്റ് സ്കീംസ് ആയിട്ട് വരുന്ന, ഉദാഹരണത്തിന് ഷെഡ്യൂൾ കാസ്റ്റ് SCDD ഷെഡ്യൂൾ കാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്പോൺസർ ചെയ്ത് കാൻഡിഡേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ ചില CSR ഫണ്ടുകളും മുഖാന്തരം ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ റെയർസ് IRE ലിമിറ്റഡ് ആ നെയ്ബർഹുഡിലുള്ള പ്രദേശത്തുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് പല പ്രോഗ്രാംസിനകത്തും അവരുടെ ഫീസ് സ്പോൺസർ ചെയ്യുന്നുണ്ട് CSR ഫണ്ട് ഉപയോഗിച്ച്. അപ്പോൾ അങ്ങനെയുള്ള CSR ഫണ്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ചില ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കുള്ള സാമ്പത്തിക സഹായമൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്നവരും ധാരാളമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇപ്പോൾ ഒട്ടേറെ എനിക്ക് പ്രോജക്ട്സ് റോഡ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ആയിട്ട്. പക്ഷേ ഇതിനകത്ത് പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് അറിയുന്നവരല്ല, ആക്ച്വലി ഇത് മേൽനോട്ടം വഹിക്കേണ്ടവരല്ല മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് അങ്ങനെയുള്ളവരെ ട്രെയിൻ ചെയ്യാനും ഈ മേഖലയിലോട്ട് കൊടുക്കാൻ വേണ്ടി? ഈ റോഡ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 60,000 കോടിയുടെ നാഷണൽ ഹൈവേ വികസനം പ്രോജക്റ്റ് തന്നെ നടക്കുന്നുണ്ട്. ഈ പ്രോജക്റ്റുകളിൽ ഒരു ദുഃഖകരമായ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന പല ഇൻഫ്രാസ്ട്രക്ചർ എക്യുപ്മെന്റ്സും ഉണ്ട്. ഇപ്പൊ റോഡ് റോളർ, എക്സ്കവേറ്റർ, വീൽ ലോഡർ, ഗ്രേഡർ, ഹൈഡ്രാ ക്രെയിൻ, ഇങ്ങനെ വലിയ ഹൈഡ്രോളിക് എക്യുപ്മെന്റ്സ് എല്ലാം ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഞങ്ങൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഇതിനകത്ത് 95% ആൾക്കാരും ഇതിന്റെ ഓപ്പറേറ്റേഴ്സ് സർട്ടിഫൈഡ് ആൻഡ് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. ഇവരാരുടെയൊക്കെയോ കൂടെ കുറച്ച് നാള്
അസിസ്റ്റ് ചെയ്ത് പിന്നെ അതങ്ങ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഇത്രയും വിലപിടിപ്പുള്ള വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുമ്പം അതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ആ പ്രോജക്റ്റ് സമയബന്ധിതമായിട്ട് തീർക്കുന്നതിലായാലും അതിന് നിർദ്ദേശിച്ചിട്ടുള്ള ക്വാളിറ്റി അച്ചീവ് ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ, അല്ലാതെ തന്നെ ആ ഓപ്പറേറ്ററുടെ തന്നെ സ്വന്തമായിട്ടുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ ഇതെല്ലാം കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് അതിൻ്റെ ഒരു കോമ്പിറ്റന്റ് അതോറിറ്റി അവരെ സർട്ടിഫൈ ചെയ്ത് അങ്ങനെയുള്ള ഓപ്പറേറ്റർമാരാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അത് കേരളത്തിൽ നടക്കുന്നില്ല. കേരളത്തിലല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ അത് വളരെ പിന്നോക്കാവസ്ഥയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ എക്യുപ്മെന്റ് സ്കിൽ കൗൺസിൽ എന്നൊരു കൗൺസിലുണ്ട്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഞങ്ങളുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ IESCയുടെ ഒരു സെന്റർ തന്നെ ഉണ്ട്. ഞങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ശേഷം അതിലോട്ട് കടന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഓപ്പറേറ്റർ ലെവലിലുള്ള നിരവധി പ്രോഗ്രാംസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത്. ഈ എക്സ്കവേറ്റർ ഓപ്പറേറ്റർ, ബാക്കോ ലോഡർ ഓപ്പറേറ്റർ, വീൽ ലോഡർ ഓപ്പറേറ്റർ, ഹൈഡ്രാ ക്രെയിൻ ഓപ്പറേറ്റർ, ഇങ്ങനെ നിരവധിയാണ്. ഇനിയിപ്പോൾ അടുത്തത് കൂടാതെ ഈ എക്യുപ്മെന്റ്സിന്റെ എല്ലാം മെഷീനറിയുടെ എല്ലാം റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ടെക്നീഷ്യൻസ്, അതിന് വളരെ ദൗർലഭ്യമുണ്ട്. അത് വളരെ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങുമാണ്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വോൾവോയും ടാറ്റ, ഹിറ്റാച്ചി മുതലായ കമ്പനികളുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് അവരുടെയും കൂടെ ടെക്നിക്കൽ സപ്പോർട്ടോടു കൂടി ഇങ്ങനത്തെ ഒരു ടെക്നീഷ്യൻ ലെവലിലുള്ള നിരവധി പ്രോഗ്രാംസ് ഇപ്പോൾ ഉണ്ട്. നിരവധി പ്രോഗ്രാം ഈ വരുന്ന 6 മാസത്തിനകത്ത് സ്റ്റാർട്ട് ചെയ്യാനും ഇരിക്കുന്നുണ്ട്. ഒരു ഓപ്പറേറ്റർ ടെക്നീഷ്യൻ ലെവലിൽ ഉള്ള കാര്യങ്ങളാണ്. അതേപോലെ ഒരു എഞ്ചിനീയേഴ്സിന്റെ റോളിൽ വർക്ക് ചെയ്യുന്നവർക്കും നിർബന്ധമായിട്ടും അതിന്റെ ക്വാളിറ്റി കൺട്രോളും പ്രോജക്റ്റ് മാനേജ്മെന്റും സൈഡിലൊക്കെ കൃത്യമായിട്ടുള്ള പരിശീലനം ലഭ്യമാക്കേണ്ടതുണ്ട്. അത് ആ പ്രോജക്റ്റിന്റെ ക്വാളിറ്റി ആൻഡ് ടൈംലി ഡെലിവറി, അതിന്റെ സമയബന്ധിതമായിട്ട് അതിന്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യണമെങ്കിൽ ആ രീതിയിൽ പരിശീലനം കിട്ടിയ എഞ്ചിനീയർമാർ അതിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, ഫീൽഡിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ ലക്ഷ്യമിടുന്ന രീതിയിൽ അത് പര്യവസാനിക്കത്തുള്ളൂ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ വർഷം ഞങ്ങൾ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ റോഡ് കൺസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, അങ്ങനെ ഒരു പ്രോഗ്രാം ഇപ്പോൾ ഈ സെപ്റ്റംബറിൽ IIScയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോഡ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിരവധി പ്രോഗ്രാംസ് IIScയിൽ ലഭ്യമാണ്. ജോലി സാധ്യതയും വളരെ കൂടുതലാണ്. GIS-ഉം ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗും ധാരാളം തൊഴിലവസരങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന്റെ തൊഴിൽ സാധ്യതകളൊന്ന് പറയാം. ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറയുന്നത് ഏകദേശം 20-25 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ലോകമെമ്പാടും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ അവലംബിച്ചു വരുന്ന ഒരു രീതിയാണ്. ഒരു ഡിജിറ്റൽ കൺസ്ട്രക്ഷൻ പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യയിൽ ഇതൊരു ശൈശവാവസ്ഥയിലാണ്, ഒരു ഇൻഫന്റ് സ്റ്റേജിലാണ്, മാറി വരുന്നേ ഉള്ളൂ. ഇന്ത്യയിലെ കൺസ്ട്രക്ഷൻ ജയന്റ് ഇപ്പൊ L&T പോലുള്ള കമ്പനികളിൽ പോലും അതിന്റെ ഏറ്റവും ഏർലി സ്റ്റേജിലാണ് ഇപ്പം. പക്ഷെ ഇതിന്റെ സാധ്യതകൾ, അനന്ത സാധ്യതകൾ വളരെ വലുതാണ്. അത് ആ തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഇന്ത്യയിൽ തന്നെ വളരെ വേഗതയിൽ അതിലോട്ട് മാറുന്നുണ്ട്. ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് ട്രെയിനിങ്, സിവിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയവർക്ക് അതിനെപ്പറ്റി കൃത്യമായ നോളജും സ്കില്ലും അത്യാവശ്യമാണ്. ഇനി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലോട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് BIM ട്രെയിനിങ്. ആ രീതിയിലുള്ള ഒരു BIM ട്രെയിനിങ് IIScയിൽ ഓഫർ ചെയ്യുന്ന എല്ലാ PG പ്രോഗ്രാമിലും BIM ട്രെയിനിങ്ങിന്റെ മോഡ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഏത് പ്രോഗ്രാമിന് ചേർന്നാലും PG പ്രോഗ്രാം BIMന്റെ മോഡ്യൂൾസ് അതിനുണ്ട്. കൂടാതെ
ഒരു 1 year PG പ്രോഗ്രാം ബിമ്മിന് മാത്രമായിട്ടുള്ളതും ഉണ്ട്. അതിനുമുപരി 6 മാസത്തെ ഒരു ബിം ട്രെയിനിങ് പ്രോഗ്രാമും ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാം, ഈ ബിം അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, PG പ്രോഗ്രാം ഇൻ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, ഈ 2 പ്രോഗ്രാമും 6 മാസവും 1 വർഷവും യഥാക്രമം ദൈർഘ്യമുള്ളതാണ്. ഈ 6 മാസത്തെ പ്രോഗ്രാം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ ഒരു ബിം മോഡലറായിട്ട് സ്ട്രക്ചറൽ മോഡലിങ്ങിലായാലും ആർക്കിടെക്ചർ മോഡലിങ്ങിലായാലും നിരവധി ഏരിയകളുണ്ട് അതിനകത്ത് തന്നെ. അതിൽ എത്രയും വേഗം ഒരു ജോലി കരസ്ഥമാക്കാൻ സാധ്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള ട്രെയിനിങ് ആണ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്. 100% പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്. PG പ്രോഗ്രാം ഇൻ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് 1 year പ്രോഗ്രാമാണ്. അതിൻ്റെ ഡെലിവറി കുറച്ചുകൂടെ വ്യത്യാസം, കുറച്ചുകൂടെ കൂടുതൽ സോഫ്റ്റ്വെയറുകളും ഒക്കെ പഠിച്ച ശേഷമാണ് പുറത്തു വരുന്നത്. അവർക്ക് കുറച്ചുകൂടെ മികച്ച റോളുകളിൽ ബിമ്മിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ജോലി കരസ്ഥമാക്കാനും സാധിക്കും. GIS ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, അത് ഈ ലോകമെമ്പാടും ഒരു 10-30 വർഷത്തിൽ കൂടുതലായിട്ട് GIS പ്ലാറ്റ്ഫോമിലാണ് വലിയ ഇൻഫ്രാ പ്രോജക്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോഴും ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ്. അതിനകത്ത് പലപ്പോഴും സയൻസ് ബിരുദധാരികൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ പ്രോഗ്രാമിൽ വരാൻ എഞ്ചിനീയറിംഗ് പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല. അതും ഞങ്ങൾക്ക് ഇതുവരെ 100% പ്ലേസ്മെന്റ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. GIS BSc ജിയോഗ്രാഫി, ജിയോളജി, അല്ലെങ്കിൽ ഏത് സയൻസ് പ്രോഗ്രാം ചെയ്തവർക്കും ബിടെക്കുകാർക്കും ഒരുപോലെ ചെയ്യാവുന്ന പ്രോഗ്രാമാണ്. 6 മാസത്തെ പ്രോഗ്രാമാണ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ അതിൻ്റെ തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയാസും ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ആ പ്രോഗ്രാമിനകത്ത്. ഉദാഹരണത്തിന് ഡ്രോൺ സർവേ, ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഡേറ്റ അക്വിസിഷനും അത് പ്രോസസ്സ് ചെയ്യുക, അത് GIS എൻവയൺമെന്റിൽ കൊണ്ടുവന്നിട്ട് അനലൈസ് ചെയ്യാൻ ഉള്ള ട്രെയിനിങ്. ഈ രീതിയിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് IISc ഓഫർ ചെയ്യുന്ന അഡ്വാൻസ് ഡിപ്ലോമ ഇൻ GIS എന്ന് പറയുന്ന പ്രോഗ്രാം. നമ്മുടെ ഈ സ്ഥാപനം ടെക്നീഷ്യൻ പരിശീലന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്കിൽ വെരിഫിക്കേഷൻ സെന്ററുമാണ് സൗദി ഗവൺമെന്റിന്റെ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊന്ന് വിശദമായിട്ട് പറഞ്ഞാൽ നല്ലതായിരുന്നു. സൗദി അറേബ്യയുടെ ഒരു സ്കിൽ വെരിഫിക്കേഷൻ സെന്ററാണ് IISc. അപ്പോൾ സൗദി അറേബ്യയിലോട്ട് ജോലിക്ക് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷനും നിർബന്ധമാണ്. അതിലുപരി സൗദി ഗവൺമെന്റിന്റെ ഒരു സ്കിൽ വെരിഫിക്കേഷനും പാസ്സായ ശേഷമേ അവരിപ്പോൾ വിസ പ്രോസസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ സൗദി അറേബ്യയുടെ ഒരു സ്കിൽ വെരിഫിക്കേഷൻ സെന്ററും കൂടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ. അത് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള കൺസ്ട്രക്ഷൻ വെൽഡർ, കൺസ്ട്രക്ഷൻ പെയിന്റർ, കൺസ്ട്രക്ഷൻ ടൈൽ മേസൺ, കൺസ്ട്രക്ഷൻ മേസൺ, പ്ലാസ്റ്റർ മേസൺ, നിരവധി കാർപ്പൻറ്റർ, പെയിന്റർ, അങ്ങനെ നിരവധിയായിട്ടുള്ള തൊഴിൽ തേടി പോകുന്നവർക്കും ഈ സ്കിൽ വെരിഫിക്കേഷൻ ടെസ്റ്റിന് സഹായിക്കുന്ന ടെസ്റ്റ് സെന്ററാണ് IISc. കേരളത്തിൽ മറ്റ് ഒരു സെന്റർ കൂടെ ഉണ്ട്. പക്ഷെ ഇത്രയും കൂടുതൽ ടെസ്റ്റിംഗ് ഫെസിലിറ്റി ഉള്ള സെന്റർ, ഏറ്റവും കൂടുതൽ ട്രേഡ്സ് ടെസ്റ്റ് ചെയ്യുന്ന സെന്റർ തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് IISc-യിലെ നിരവധിയായിട്ടുള്ള ടെക്നീഷ്യൻ ലെവലിലുള്ള പ്രോഗ്രാമുകൾ, സൂപ്പർവൈസറി ലെവലിലുള്ള നിരവധി പ്രോഗ്രാമുകൾ, PG പ്രോഗ്രാമുകൾ, ഇതിൻ്റെ എല്ലാം ഇൻഫർമേഷൻസ് IISc-യുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. iisc.ac.in iiic.ac.in ആ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ അപേക്ഷ സമർപ്പിക്കാനും ഒക്കെ IIScയുടെ വെബ്സൈറ്റ് വഴി തന്നെ ഏതെങ്കിലും പ്രോഗ്രാമിന് അപേക്ഷ സമർപ്പിക്കുവാനും ഫീസ് അടയ്ക്കുവാനും എല്ലാ ഇൻഫർമേഷൻസും ആ വെബ്സൈറ്റ് ലഭ്യമാണ്. നമ്മോടൊപ്പം ഇത്ര നേരം സംസാരിച്ചത്, വിലപ്പെട്ട ഇൻഫർമേഷൻ നൽകിയത് കേരള അക്കാഡമി ഫോർ സ്കിൽസ്
സ്കിൽസ് എക്സലൻസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ്റെ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ബി സുനിൽ കുമാർ സാറാണ്. സാറിന് ഈ റേഡിയോ ബെൻസിൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. നമസ്കാരം.